നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ അതായത് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ കേരളത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. ആ തരത്തിൽ ചർച്ചയായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാമിലിയോടൊപ്പമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കാരണം പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് പാലാ നഗരസഭയിൽ CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾ മാത്രമാണ്. ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന ഇവിടുത്തെ CPM-ന്റെ അന്നത്തെ നേതാവായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പക്ഷെ ചില ചരിത്രങ്ങൾ അദ്ദേഹവും ഫാമിലിയും ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ തരത്തിൽ അവരുടെ ഫാമിലി തന്നെ 3 വാർഡുകളിലായിട്ട് മത്സരത്തിനിറങ്ങുകയും ആ 3 വാർഡും പിടിച്ച് ഇപ്പോൾ പാലാ നഗരസഭയുടെ ഭരണം എങ്ങോട്ട് പോകണം, ആരുടെ കൈകളിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഫാമിലിയാണ്. കേരളം മൊത്തം പറയുന്നത് ഇവരുടെ ഒരു മധുര പ്രതികാരം കൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നാണ്. ആ 3 പേരും ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. അതായത് ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിന്റെ മകൾ ദിയ, അതുപോലെ തന്നെ നമ്മുടെ ബിജു പുളിക്കക്കണ്ടം. ബിജു ചേട്ടനെ പല ആളുകൾക്കും അറിയുന്ന ഒരാളും കൂടെ ആയിരിക്കും. നമ്മുടെ ഒരുപാട് ആളുകളുടെ കൂടെയൊക്കെ സെലിബ്രിറ്റികളുടെ കൂടെയൊക്കെ കാണുന്ന ഒരാളും കൂടെയാണ്. എന്തായാലും നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. അതായത് കേരളത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ തദ്ദേശ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കാരണം ആ ഫാമിലിയോടെ തന്നെ ഇറങ്ങുന്നു, ആ 3 വാർഡുകളും പിടിച്ചെടുക്കുന്നു. അത്രയ്ക്ക് ജനസമ്മതി എന്നാണ് ഇപ്പൊ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിനുചേട്ടന് ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. 100% വിജയപ്രതീക്ഷയോടെ തന്നെ ഇറങ്ങിയത്. അതിൽ മറ്റ് ഘടകങ്ങളൊന്നും ആയിരുന്നില്ല. ജനങ്ങളുമായുള്ള നിരന്തരമായ ബന്ധം അത് വോട്ടായി മാറും, അവർ ഞങ്ങളെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യവും. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഈ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇനി ആര് ഭരണത്തിലേക്ക് വരണം, എങ്ങനെയാവണം നിങ്ങളുടെ നീക്കങ്ങൾ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചോ? ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ചില മുന്നണികൾ, ചില രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചു. പക്ഷെ അപ്പോഴും ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞത് തെരഞ്ഞെടുപ്പാണ്, ഏത് മുന്നണി പിന്തുണച്ചാലും, ഏത് രാഷ്ട്രീയ കക്ഷി പിന്തുണച്ചാലും, ഏത് വ്യക്തികൾ പിന്തുണച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് പരസ്യമായി അന്നേ പറഞ്ഞ കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നത്. നിലവിൽ ഒരു മുന്നണിയുമായോ ഒരു കക്ഷികളുമായോ ഞങ്ങൾ നാളിതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇപ്പം ജോസ് കെ മാണിയായി അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെയൊക്കെയാണ് ആ സീറ്റ് നിഷേധിക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജോസ് കെ മാണിയോടുള്ള ഒരു മധുര പ്രതികാരം കൂടെയാണ് ഈ ഒരു വിജയം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്താ പറയാനുള്ളത്? പിന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പ്രതികാരം വീട്ടാനുള്ളതാണ്. അത് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളത് ഞങ്ങളായിട്ട് ചെയ്തതല്ല. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി രാഷ്ട്രീയത്തിന് ചേരാത്ത രീതിയിൽ, ഒരുപക്ഷെ രാഷ്ട്രീയ മാന്യതയ്ക്ക് ചേരാത്ത രീതിയിൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇരട്ട വ്യക്തിത്വമാണെന്നുള്ളത്, ഡ്യുവൽ പേഴ്സണാലിറ്റി. അത് വെച്ചോണ്ട് ഞങ്ങൾ നോട്ടീസിൽ പോലും പറഞ്ഞത് പുഞ്ചിരിയിൽ ഒളിപ്പിച്ച വഞ്ചന എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിച്ചത്. ആ അദ്ദേഹത്തിന്റെ ആ ഒരു ചെയ്തികൾ, രാഷ്ട്രീയത്തിന് ചേരാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ രാഷ്ട്രീയ മാന്യത, അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ച മാന്യത അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പുലർത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചെയ്തികൾക്ക് ജനം മറുപടി നൽകി. അത് ഒരുപക്ഷെ ഞങ്ങളിലൂടെയാണ് മറുപടി നൽകിയത്. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ജനം മറുപടി നൽകി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുമെന്ന് പലരും വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലിക്ക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക്, അദ്ദേഹത്തിന്റെ തെറ്റായ നടപടിക്കെതിരെയുള്ള ഒരു ജനം പ്രതികരിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ കുടുംബത്തിൽ നിന്ന് പുതിയതായിട്ട്, അതായത് 21 വയസ്സ് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്നയാൾ, വളരെ ചെറുപ്പമായിട്ടുള്ള ആൾ, അങ്ങനെ ഒരാൾ ഇറങ്ങുന്ന സമയത്ത് എന്താണ് ആളുകളെല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്നു, വിജയിക്കുന്നു. പുതിയൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഇത് ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണ വളരെയധികം ഉണ്ടായതുകൊണ്ടാണ് ഇതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും വോട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ അവര് തന്ന പിന്തുണയും, അച്ഛൻ്റെ ആണേലും വല്യച്ഛൻ്റെ ആണേലും എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ആണേലും രാഷ്ട്രീയ നോളജും അവരുടെ ഇതുമെല്ലാം കൂട്ടിയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അതായത് രാഷ്ട്രീയം കാണുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ ഫാമിലിയാണ് നിങ്ങളുടേത്, 2 പേരും രാഷ്ട്രീയത്തിലുള്ളവരാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ വലിയ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് വളരുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. രാഷ്ട്രീയം എനിക്ക് ഒരിക്കലും ഒരു പുതിയൊരു കാര്യമല്ല. കുഞ്ഞിലെ തൊട്ടാണേലും ഇപ്പം ഓരോ മീറ്റിങ്ങിലാണേലും ആൾക്കാർ വീട്ടിൽ വന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴാണേലും എല്ലാം ഞാനിതെല്ലാം കൂടി ഇരുന്ന് കേൾക്കുകയും ഓരോ വാർഡ് സഭയ്ക്കെല്ലാം അങ്ങനെ കൂടെ എല്ലാം
പോവുകയെല്ലാം ചെയ്തതാണ്. അപ്പൊ എനിക്കൊരിക്കലും രാഷ്ട്രീയ അപരിചിതമല്ല. എനിക്ക് നേരിട്ട് ആൾക്കാരുടെ കാര്യം കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ ഒരു അവസരം കിട്ടിയത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യും. അതായത് ഈ പ്രധാനപ്പെട്ട ഈ വാർഡിൽ ദിയ മത്സരിച്ച് ജയിച്ച ഈ വാർഡിൽ എന്താണ് ഒരു പുതിയതായിട്ടൊരു വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൊണ്ടുവരണം എന്താ ആഗ്രഹിക്കുന്നത്? പുതിയതായിട്ട് എന്ന് പറയുന്നതിലുപരി ഇപ്പൊ ഇതിപ്പോ അച്ഛന്റെ സിറ്റിംഗ് വാർഡാണ്. അപ്പോൾ അച്ഛൻ തുടങ്ങി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് നന്നായിട്ട് മുന്നോട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക, തുടരണം. അപ്പൊ കുറച്ച് ആൾക്കാർക്ക് പുതിയതായിട്ടുള്ള, അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കുറെ അവർക്ക് അവകാശപ്പെട്ട് കിടക്കുന്ന കുറെ ഇപ്പം ലോസും അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എത്തിക്കുക. പിള്ളേർക്കാണേലും അവരുടെ ബെറ്റർമെന്റ്, സ്പോർട്സോ അങ്ങനെ അല്ലെങ്കിൽ സ്വിമ്മിങ്, അങ്ങനത്തെ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ, പിന്നെ അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം മുന്നോട്ടുണ്ടാകും. തീർച്ചയായിട്ടും. ഇപ്പൊ നീ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ BA എക്കണോമിക്സ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഇനി തുടർന്ന് പഠിക്കണം തന്നെയാണ് താല്പര്യം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതും കൊണ്ടുവരാനാണ്. എല്ലാവർക്കും വലിയ സന്തോഷമായി വിജയിച്ചു. ഉറപ്പായിട്ടും കൂട്ടുകാരും ഫാമിലിയും നാട്ടുകാർക്കും എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ ബിജുചേട്ടനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സുരേഷ് ഗോപി സാറിനോടൊപ്പം പലപ്പോഴായിട്ട് കണ്ട ഒരാളാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ പല ആളുകളോടും അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യുന്ന ആളാണ്. അപ്പം ബിജുചേട്ടനും കൃത്യമായി ഈ ഒരു വിജയത്തിൽ പങ്കാളിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒരു ബ്രദേഴ്സ് അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു നാട് മൊത്തം. എന്താ തോന്നുന്നത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ വികസനം എന്നൊരു വെറും വാക്കല്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എൻ്റെ സഹോദരൻ ബിനു തന്നെയാണ്. ബിനു 5ാമത്തെ തവണയാണ് ഇപ്പോൾ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത്. 20 വർഷം പാലാ നഗരസഭ കൗൺസിലറായിരുന്നു. ബിനു ചെയ്ത കാര്യങ്ങൾ, ബിനുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇലക്ഷൻ എപ്പോൾ അവസാനിക്കുന്നോ അവിടെ കൊണ്ട് ബിനുവിന്റെ ആ ലോക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയം അവസാനിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും കൗൺസിലറാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തന രാഷ്ട്രീയ ഭേദമന്യേ. അപ്പൊ ബിനുവിന്റെ ആ പ്രവർത്തന പാരമ്പര്യം അത് തീർച്ചയായിട്ടും എനിക്കും മോക്കും മുതൽക്കൂട്ടാണ്. ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ബിനുവിന്റെ ആ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇപ്പോൾ ഈ ഒരു വിജയത്തിന് ശേഷം ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ടോ? അപ്പൊ അതായത് ഇന്നയാളെ പിന്തുണയ്ക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. ആ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളൊരു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തോടെയല്ല ഇപ്പോൾ കൗൺസിലേഴ്സ് അയക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളുടെ 3 വാർഡുകൾ, പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ 3 വാർഡുകളിൽ ഞങ്ങൾ 3 പേരുടെ കൂടിയാണ് ഓരോ വോട്ടറെ അടുത്ത് സമീപിക്കാൻ പോവുക. എന്നിട്ട് അവരോട് പറയുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി. അവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ എന്ത് നിലപാടെടുക്കണം അത് അവരോട് തന്നെ നമ്മൾ ചോദിക്കുന്നു. ചോദിച്ചിട്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു വാർഡ് സഭ, ജനസഭ പോലെ വിളിച്ചു കൂട്ടാൻ പ്ലാൻ ചെയ്യുക. അതിനകത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഒരഭിപ്രായം ആണെന്നില്ല, എതിരഭിപ്രായമുള്ളവരും ആകാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം അത് ബാക്കിയുള്ളവർ കൂടെ കൺവിൻസ് ചെയ്യിക്കുക. ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ സൂചിപ്പിച്ച് കാണും, ബിനുവിന് ഇതിനു മുമ്പ് നഷ്ടമായ ഒരു സ്ഥാനമുണ്ട്, അർഹതപ്പെട്ടത്. അതപ്പോൾ പൊതുജനത്തിന്റെ ആകെയുള്ളൊരു വികാരം എന്ന് പറയുന്നത് അന്ന് നഷ്ടപ്പെട്ട ആ സ്ഥാനം മകളിലൂടെ തിരിച്ചു കിട്ടുക എന്നൊരാഗ്രഹം അവരെല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അധികാരമോഹമായിട്ട് ഞങ്ങൾ പറയുന്നതല്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോടൊപ്പം നമ്മൾ നിൽക്കും. തീർച്ചയായിട്ടും. ഞാൻ ആ കാര്യം കൂടി ചോദിക്കാനായിരുന്നു വന്നത്. അതായത് പൊതുജനങ്ങൾക്കും ഒപ്പം ആളുകൾക്കും ഒക്കെ ഒരു കാര്യമുണ്ട്. അന്ന് ബിനിച്ചേട്ടൻ ആ ഒരു അവസരത്തിൽ എന്താണ് കാണുന്നില്ല, കുറച്ച് കയറി അത് മാസ്ക് ആവില്ലല്ലോ. ഓക്കെ കട്ട് റിപ്പീറ്റ്. വിൻചേട്ടൻ അന്ന് ഈ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടാകുന്നു, അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന വികാരം വലിയ രീതിയിൽ പൊതുജനങ്ങൾക്കുണ്ട്. അപ്പൊ അതൊക്കെയാണ് ജനങ്ങൾ ഇന്ന് തിരുത്തിയത്. അപ്പോൾ കൃത്യമായി മകളിലൂടെ അത് എന്താണ് ആ ഒരു സ്ഥാനം ഒക്കെ തിരിച്ചു പിടിക്കും, അല്ലെങ്കിൽ ആ ഒരു അർഹതപ്പെട്ട സ്ഥാനം കിട്ടണം എന്നൊരു വലിയ ചർച്ച കേരളത്തിൽ മൊത്തമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് പല മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെയാണോ ആഗ്രഹം? അല്ല, അത് രാഷ്ട്രീയത്തിലൊന്നും നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് വാങ്ങിക്കുക അല്ലെ മകളുടെ കൂടെ നേടിയെടുക്കുക എന്ന ഒരു വാശിയുടെ പുറത്തോ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം വെച്ചോ അല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ 3 പേര് സ്വതന്ത്ര കൂട്ടായ്മ എന്ന് ഇറങ്ങിയത് ഞങ്ങൾ വ്യക്തമായ
ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു ആശയം മുമ്പോട്ട് വെച്ചിരുന്നു. ആ ആശയത്തെ ജനങ്ങൾ അംഗീകരിച്ചു. പിന്നെ ബാക്കിയെല്ലാം രാഷ്ട്രീയത്തിൽ സംഭവിച്ചു വന്ന രീതിയിൽ ഒരു ചാൻസ് എന്ന രീതിയിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം, ഞങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഒരു കക്ഷിക്കും പാലായിൽ ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടാകുമ്പോഴും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആശയങ്ങളെ അംഗീകരിക്കുന്ന മുന്നണി ഏതാണോ, ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശത്ത് പാലായിക്ക് ഏത് മുന്നണിക്കാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ മുന്നണിയിലായിരിക്കും, അല്ലെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വിശകലനം നടക്കണം. നാളെ ഇതൊരു ചർച്ച നടന്നില്ലെങ്കിലും ആ ഒരു വിശകലനത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ പാലാ പോലുള്ള സ്ഥലത്ത് കെ എം മാണി സാറിനെ പോലുള്ള ആൾ ഉഴുതുമറിച്ചൊരു സ്ഥലമാണ്, കേരള കോൺഗ്രസിന് തട്ടകമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് പക്ഷേ ജോസ് കെ മാണി വന്നതിന് ശേഷം എല്ലാം തന്നെ അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടാണ് തോന്നുന്നത് എല്ലാ കാര്യങ്ങളിലും. അപ്പം ഇപ്പം ഈ ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, പാലാ നഗരസഭ ഉൾപ്പെടെ എല്ലാം ബുദ്ധിമുട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം എന്താണ് തോന്നുന്നത്, ആ ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു സത്യസന്ധത നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് മാണി സാറിന്റെ കാലത്തിന് ശേഷം അത് ഗ്രാജുവലായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു പുതിയ സംഭവമല്ലല്ലോ. മാണി സാർ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും മാണി സാറിന്റെ പല കാര്യങ്ങളും ചെറുപ്പം മുതൽ, ഞാൻ ഈ പറഞ്ഞ പോലെ 4ാം ക്ലാസ് സ്കൂൾ ലീഡറായി തുടങ്ങിയപ്പോഴും വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം പാലായി കൊടുത്തൊരു വലിയ സന്ദേശം ഉണ്ടായിരുന്നു. MLA ഹോസ്റ്റലിൽ ചെന്നാലും വേറെ എവിടെ ചെന്നാലും പാലാക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം, അത് രാഷ്ട്രീയം അദ്ദേഹം നോക്കാറില്ല, വ്യക്തിവിരോധം നോക്കാറില്ല. അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രവർത്തന ശൈലി, എനിക്ക് തോന്നുന്നത് ഞാനല്ല, പാലായിലെ ആ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകർക്ക് ഒരു മാതൃകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിന്റെ ആ മഹത്വം എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ പുത്രന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പുത്രന് അദ്ദേഹത്തിൻ്റെതായ യാതൊരു, ഞാൻ വ്യക്തിപരമായി പറയുന്നതല്ല, രാഷ്ട്രീയപരമായ യാതൊരു ഗുണങ്ങളും കിട്ടിയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം KSUവിൽ നിന്ന് നമ്മൾ സ്ഥിരമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന KSC എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടെ, മാണി സാറിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടെ. പക്ഷെ അന്നൊക്കെ കോളേജുകൾ പല പ്രശ്നങ്ങൾ, കോളേജ് പഠിക്കുമ്പോൾ, സെന്റ് തോമസ് കോളേജ് പഠിക്കുമ്പോൾ പല വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്, മത്സരരംഗത്ത് വരും പല വിഷയം. പക്ഷെ മാണി സാറ് കാണുമ്പോഴും അദ്ദേഹം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്നേഹവായ്പ സ്വീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം പാലായി കാണത്തില്ല. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ BJPയോ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ പുത്രന് നൽകുവാൻ എന്തുകൊണ്ടോ സാധിച്ചില്ല, അല്ലെ പുത്രന് അത് ഏറ്റെടുക്കുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഒരു വൈകി രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട്, അല്ലെ വെള്ളിക്കരണ്ടിയുമായി ഈ ഫീൽഡിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹം ജോലിയുമായിട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ പാലായിലെ എന്നല്ല, ജനങ്ങളുടെ വികാരമോ വിചാരമോ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഒരു അപ്പർ ക്ലാസ്സിന് മുകളിലേക്കുള്ള ഒരു ആളുകളുടെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. അപ്പം സാധാരണ ജനങ്ങളുടെ വികാരവും വിചാരവും മനസ്സിലാക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, രാജ്യം എത്ര വളർന്നാലും. അപ്പൊ ആ ഒരു പ്രവർത്തന ശൈലി സ്വീകരിക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ ആളുകളെ ആളുകളായിട്ട് കാണാനും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണാനും ഒരു ഇരട്ട വ്യക്തിത്വത്തിലേക്ക് പോകാതെ ഉള്ളത് മുഖത്ത് കാണിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയിലേക്ക് അദ്ദേഹം മാറിയാൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ന്യൂനത പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാര്യം കൂടെ, അതായത് CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ആൾ, അതായത് ഈ പാലാ നഗരസഭ, പാലാ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ നിന്ന ഒരാൾക്ക് മറ്റൊരു പാർട്ടിയുടെ സമ്മർദ്ദം മൂലം സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അന്നുണ്ടായ ഒരു വൈകാരികത, അന്നുണ്ടായ ഒരു വിഷമം ഉണ്ടാവില്ല. അത് ഈ ജനങ്ങൾ ഈ വിജയം സമ്മാനിച്ചപ്പോൾ അതിൽ ഒരുപാട് ആ പറയുന്ന അന്നത്തെ ആ വൈകാരികതയ്ക്കും അന്നത്തെ ആ വിഷമത്തിനും ഒക്കെ ഒരു പരിഹാരമായി തോന്നില്ലേ? അത് ഒരു പരിധി വരെ ഉണ്ട്. പക്ഷെ വിഷമെന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം, ഞാൻ അർഹതപ്പെട്ട ചെയർമാൻ സ്ഥാനം എനിക്ക് അദ്ദേഹം നിഷേധിക്കുന്നു. അപ്പോൾ ഞാൻ അത് ഉൾക്കൊണ്ടു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, മുന്നണി സംവിധാനത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരാളെ ഉൾക്കൊള്ളുന്നതിന് കാണിച്ച ഒരു ഇതുകൊണ്ട് നമ്മളത് ഉൾക്കൊണ്ടു. പക്ഷെ അതിനുശേഷവും നിരന്തരമായി അദ്ദേഹം എന്തോ എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ, അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെ അദ്ദേഹം ഭയപ്പാടോടെ കാണുന്നു. നിസ്സാരം ഈ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടി CPM എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ലോക്കൽ ലെവൽ, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഏകാണ്ടമായി തീരുമാനിക്കുന്നത് എനിക്കെതിരെയുള്ള നടപടി പിൻവലിക്കാൻ, എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ. എന്നാൽ ഒരു ഘടകകക്ഷി നേതാവ് പറയുന്ന സ്ഥാനാർത്ഥിയാക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ CPM എന്ന പ്രസ്ഥാനത്തിന് പോലും അദ്ദേഹത്തിന്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും ഞാൻ ആശ്വസിച്ചു. കാരണം കയ്യും കാലും ഇട്ടടിച്ച് അഭയാർത്ഥിയായ പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ, നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അഭയാർത്ഥിയെ പോലെ, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ദയാവായ്പുണ്ട്. ആ ഒരു ദയാവായ്പ് CPM ജോസ് കെ മാണിയോട് കാണിച്ചു. പക്ഷെ അത് ശാശ്വതമല്ല,
അതുകൊണ്ട് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ യാതൊരു പ്രയോജനമില്ല എന്ന് വർത്തമാന കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും അഥവാ ഈ പറയുന്നത് പോലെ ഒരു വലിയ നല്ല തീരുമാനങ്ങളൊക്കെ വന്നു ഒരു ചെയർപേഴ്സൺ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെയ്യാൻ, ഞാൻ നേരത്തെ വാർഡിന് വേണ്ടി ചെയ്യാൻ എന്താണെന്ന് ചോദിച്ചത്, അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ എന്താണ് ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഇതിനെ പറ്റി ഉത്തരം പറയുന്നില്ല. ചെയർപേഴ്സൺ അതൊക്കെ ഒരു ഭാവിയിലുള്ള ഒരു കാര്യമല്ലേ, അതിനുള്ള തീരുമാനമൊക്കെ ആവട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും 3 പേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു കേരളം മൊത്തം പറയുന്നത്, പല ആളുകളും പറയുന്നത് ഇതൊരു എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല രാഷ്ട്രീയം, നല്ല ചിന്ത, എല്ലാവരും ഈ ഫാമിലിയിൽപ്പെട്ട ആളുകൾ 3 പേര് വിജയിക്കുന്നു, അത് ഒരു നാട് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു വികസനം അവർ കൃത്യമായി നടപ്പിലാക്കുന്ന വികസനത്തിന്റെ ഒരു പ്രതിഫലനമാണ്, അതിനുള്ള പ്രതിഫലമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. 3 പേർക്കും എല്ലാവിധ ആശംസകളും.